അമ്മ ഡോക്ടറെ കണ്ടിട്ട് ചിരിച്ചോണ്ടാണ് ഇറങ്ങി വരുന്നത്. നമ്മൾ അടുത്ത് വന്നിട്ട് നമ്മൾ വീട്ടിൽ പോകാൻ വേഗം എന്ന് നമ്മളെ തിരിച്ച് ഡോക്ടേഴ്സ് റൂമിലോട്ട് വിളിപ്പിച്ചു. നിങ്ങൾ എത്രയും പെട്ടെന്ന് RCCയിൽ പോകണം, അവിടെ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. അമ്മയുടെ കൂടെ ഓപ്പറേഷൻ ചെയ്തിരുന്ന 2-3 വേറെ അമ്മമാരുണ്ടായിരുന്നു. അവരുടെ മക്കളും നമ്മൾ നല്ല കമ്പനിയായിരുന്നു. കുറേ നാൾ ആശുപത്രിയിൽ വാസം കഴിഞ്ഞല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് RCCയിലോട്ട് പോയത്. RCC പോയി കൂടുതലുള്ള അമ്മമാർക്കൊന്നും ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിട്ടു. ഞങ്ങളെ അമ്മയ്ക്ക് ക്യാൻസർ 4ാം സ്റ്റേജാണെന്ന് കണ്ടെത്തി. അത് ആലോചിക്കാൻ കൂടി വയ്യ. അന്നത്തെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും, പിന്നെ ചികിത്സാ ചെലവുകൾ, പിന്നെ അല്ലാതെ തന്നെ അമ്മയുടെ ആരോഗ്യസ്ഥിതി. RCCയിൽ അഡ്മിറ്റ് ചെയ്യുമെന്നെങ്കിൽ അവിടെ കിടക്കണ്ട, നമ്മൾ ചികിത്സ കഴിഞ്ഞിട്ട് അന്ന് തന്നെ പോകാമെന്നറിയുന്നത്. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ശബ്ദം എടുത്തു, എൻ്റെ അമ്മയ്ക്കുള്ള ചികിത്സ അത് എന്താ പറയുക, ഞാൻ തന്നെ RCC കൊണ്ടുപോകുമെന്ന്. അമ്മയും അച്ഛനും പൈസയുടെ കാര്യങ്ങളും ചിലവും കാര്യങ്ങളെല്ലാം ചെയ്യും, ഞാൻ കൂടെ ചെല്ലാം എന്ന് വാക്ക് കൊടുത്തു. അങ്ങനെ RCC പോയി അമ്മയ്ക്ക് രജിസ്റ്റർ ചെയ്തു, ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സീരിയസ് ആണ്, 4ാം സ്റ്റേജാണ്. 3ാം സ്റ്റേജ് വരെ പിന്നെ കുഴപ്പമില്ല, പിടിച്ചു നിൽക്കുക. 4ാം സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കൈവിട്ട് പോയ കാര്യമാണ്. സകല ദൈവങ്ങളെ വിളിച്ചിട്ട് എന്താ ഡോക്ടറെ കാല് പിടിച്ച് പറഞ്ഞു ഞങ്ങൾ അമ്മേനെ രക്ഷിക്കണേ, കരഞ്ഞു പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് നോക്കാം, ഇത് പൂർണ്ണമായിട്ട് ഈ അസുഖം മാറ്റാൻ പറ്റില്ല, നമുക്ക് കൺട്രോൾ ചെയ്ത് ചെക്കപ്പിൽ നിൽക്കാം എന്ന് പറഞ്ഞു. അന്നൊന്നും അറിയത്തില്ല ഇത് എന്താണ്, എങ്ങനെ തീരും, എന്ത് ആവുമെന്നൊന്നും അറിയത്തില്ല. അന്ന് വീട്ടിൽ വന്നപ്പോൾ തന്നെ കരഞ്ഞു വിളിച്ച് വീട്ടിൽ വന്നു. പിന്നെ സ്വപ്നം കാണല്ലേ, ദൈവമേ എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ അർത്ഥം വന്നല്ലോ, എന്ത് ചെയ്യും, ഒരു വേറെ ഏതോ ലോകത്തായിപ്പോൾ കുറേ നാളത്തെ ജീവിതം ഡിപ്രഷനിലോട്ട് താന്നുകൊണ്ടിരിക്കുന്നു. ഓരോരോ 3 മാസം കഴിയുമ്പോഴും RCC ചെക്കപ്പ് വിളിക്കും. 6 കീമോ എൻ്റെ അമ്മയ്ക്ക് പറഞ്ഞു, 6 കീമോ ചെയ്യണമെന്ന് പറഞ്ഞു. കീമോ ചെയ്യുന്നതിനെ കുറിച്ചൊന്നും അന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല, എന്താണ് കീമോ എന്നോ എന്താണ് റേഡിയേഷൻ എന്നോ. പിന്നെ ഫോണിൽ സെർച്ച് ചെയ്തു, യൂട്യൂബിൽ ഒക്കെ സെർച്ച് ചെയ്ത് എന്താണ് ഈ സംഭവം എന്നൊക്കെ. അപ്പോഴാണ് അറിയുന്നത് കീമോ ഇങ്ങനെ ഡ്രിപ്പ് വഴി നമ്മുടെ ശരീരത്തേക്ക് നമ്മളെ ഈ ക്യാൻസറിൻ്റെ വൈറസിനെ കൊല്ലുന്ന മരുന്നുകൾ കുത്തിയിറക്കുന്നതാണെന്ന്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിൻ്റെ നല്ല വൈറസുകളെയും ഈ കീമോ കൊല്ലും എന്ന് മനസ്സിലാക്കി. ആരോഗ്യം നല്ലവണ്ണം ക്ഷയിക്കും. പിന്നെ ഇങ്ങനെയുള്ള രോഗികൾ പൊതുസ്ഥലത്തൊന്നും പോകരുത്, ആരുമായിട്ടും മിങ്കിൾ ചെയ്യരുത്. അത് പെട്ടെന്ന് തന്നെ നമുക്ക് അസുഖങ്ങളൊക്കെ പെട്ടെന്ന് പെടാനായിട്ട് പറ്റും. നല്ല വൃത്തി വേണം, നല്ല ഫുഡ് കഴിക്കണം. അങ്ങനെ മുടിയൊക്കെ കൊഴിയുമെന്നൊക്കെ കണ്ടെത്തിയതും എല്ലാം നമ്മൾ മൊബൈൽ വഴി ഇങ്ങനെ നോക്കി മനസ്സിലാക്കി. പിന്നെ ഞാൻ അമ്മയോടതെല്ലാം പറഞ്ഞു മനസ്സിലാക്കി. ഈ 6 കീമോയും ഞാൻ തന്നെയാണ് അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്, അച്ഛനും ഞാനും അമ്മയും കൂടി. പിന്നെ എൻ്റെ മോനെയും കൊണ്ട് ഞാൻ പോവും. കീമോ ചെയ്യാനാണെങ്കിൽ വൈകുന്നേരം ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, അതിട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ 6 മണിക്കാണ് കീമോക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടത്. അപ്പോൾ ഞങ്ങൾ തലേന്ന് പോയി റൂം എടുത്തിട്ട് അച്ഛനെയും എൻ്റെ കുഞ്ഞിനെയും ആ റൂമിൽ നിർത്തിയിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോണത്. അന്നൊക്കെ അമ്മ നല്ല സന്തോഷത്തിലായിരുന്നു, ആ അസുഖം മാറും എന്നുള്ള രീതിയിൽ. ഞാനും അമ്മയും ആദ്യമൊക്കെ ടെൻഷനിലാണ് ആശുപത്രി പോയെങ്കിൽ പിന്നെ ഞങ്ങളൊരു ടൂറ് പോലെയാണ് പോകുന്നത് ഹോസ്പിറ്റലിൽ ചെക്കപ്പിനൊക്കെ. അസുഖം തീരും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ നല്ല സന്തോഷമായിരുന്നു. പിന്നെ ഞങ്ങൾ എൻജോയ് ചെയ്ത് ഞാനും അമ്മയൊക്കെ. രാവിലെ 6 മണിക്ക് മരുന്ന് കാത്തുനിന്ന് മരുന്ന് മേടിച്ച് പോയി ട്രിപ്പ് ഇറക്കി. ഉച്ചയ്ക്ക് 1 മണിയാകുമ്പം ആ ട്രിപ്പ് ഒരുപാട് കുപ്പികൾ മാറ്റി കുത്തും. അപ്പം അതിൻ്റെ കൂടെ അമ്മയുടെ കൂടെ ഞാനിരുന്നു. പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന ഒരുമിച്ചായിരുന്നു. എല്ലാം എന്താ പറയുക, അമ്മ നല്ല തമാശയൊക്കെ പറഞ്ഞ് നല്ലവണ്ണം രസിച്ച് കളിച്ചാണ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നിരുന്നത്. അങ്ങനെ അമ്മയുടെ മുടിയൊക്കെ കൊഴിഞ്ഞ് അമ്മ ആകെ ഒരു മുടിയൊക്കെ പോയപ്പോൾ ആകെ ഒരു വിഷമത്തിലായപ്പോൾ നമ്മൾ സമാധാനിപ്പിച്ച്, എന്തിനാ അമ്മ ഇനി മുടിയൊക്കെ നമുക്ക് ജീവൻ തന്നെ അതല്ലേ വലുത്, മുടിയൊക്കെ ഇനി എന്തോ കല്യാണം കഴിഞ്ഞ ഇത്ര പ്രായമായി, ഇനി ആര് കാണാനാ മുടിയൊക്കെ എന്ന് വെച്ച് സമാധാനിപ്പിക്കും. അമ്മ ചിരിക്കും. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ പതുക്കെ അമ്മയുടെ അസുഖം കുറഞ്ഞു വന്നു. പക്ഷേ വേദന കുറേ തിന്നു അമ്മ. ഞാൻ അമ്മേനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ച് തമിഴ്നാട്ടിലോട്ട് പോകും.
അടുത്ത മാസം ചെക്കപ്പിന് ഡേറ്റ് അറിയുമ്പോൾ ഞാൻ വീണ്ടും ട്രിവാൻഡ്രത്ത് നിന്ന് രാവിലെ ഞാൻ എൻ്റെ മോനോട് കാത്തു വെക്കും. അമ്മയും അച്ഛനും കേരളത്തിൽ നിന്ന് ട്രെയിൻ കയറി ട്രിവാൻഡ്രത്തെത്തി ഞങ്ങൾ ഒരുമിച്ചാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് നേരെ ഞാൻ എൻ്റെ വീട്ടിൽ വരും, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വരും, അമ്മയും അച്ഛനും അങ്ങ് തിരികെ പോകും. അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. കുറേ നാൾ കഴിഞ്ഞിട്ട് കീമോ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ പിറ്റേ ദിവസം ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. ആ ഇഞ്ചക്ഷൻ വെച്ച് കഴിയുമ്പോഴാണ് വേദന തുടങ്ങുന്നത്. അപ്പോൾ ചില നേരം ഫോൺ വിളിക്കാൻ തന്നെ നമുക്ക് ഭയമാണ്. വിളിക്കുമ്പോൾ തന്നെ അത് മറുതലയ്ക്ക് കരച്ചിലായിരിക്കും. മോളെ വേദനയാണെന്ന് വെച്ചിട്ട് ഒരേ നിലവിളിയായിരിക്കും. കുറേ നാൾ അനുഭവിച്ചതാണ് ആ ഒരു വിഷമവും കാര്യവും. പിന്നെ അമ്മയെ വിളിക്കുമ്പോഴേ നമ്മുടെ കോള് വരുമ്പോഴേ മനസ്സിനൊരു ഒരു സങ്കടമാണ്. ഇനി എന്തരാവോ, ദൈവം എന്തരാവോ എന്ന് വെച്ചിട്ട്. ഓപ്പറേഷൻ സമയത്തൊക്കെ ഒരുപാട് ബ്ലഡിൻ്റെ ഒക്കെ ആവശ്യമൊക്കെ വന്ന് അതൊക്കെ നമ്മൾ ഒരുപാട് ഓടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷനെ കുറിച്ചൊന്നും ഇപ്പോഴൊന്നും ഓർക്കാൻ കൂടി വയ്യ. കുറേ നാൾ കഴിഞ്ഞ് അമ്മയ്ക്ക് അസുഖങ്ങൾ പതുക്കെ കുറയുന്നതായിട്ട് കണ്ടു. അപ്പം മുടിയൊക്കെ പതുക്കെ വളർന്നു. പിന്നെ നല്ലവണ്ണം ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരു ബൊമ്മ പോലെ ഇങ്ങനെ ഇരിക്കും. പക്ഷെ അങ്ങനെ മതിയായിരുന്നു. അത് തന്നെ നമുക്ക് സന്തോഷമായിരുന്നു. അമ്മയെ കണ്ടുകൊണ്ടിരുന്നാൽ മതി എന്നുള്ള ഒരു ആശ്വാസമായിരുന്നു. അപ്പം പിന്നെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ സന്തോഷമാണ്. നമുക്ക് ചെല്ലുമ്പോൾ തന്നെ ചെക്കപ്പിനും പോകുന്നുണ്ട്, അമ്മ അച്ഛനും ചെക്കപ്പിന് പോകുന്നുണ്ട്. പിന്നെ എൻ്റെ ആവശ്യമില്ലായിരുന്നു, അവർ തന്നെ പോകുന്നുണ്ട്. വീട്ടിലോട്ട് ചെല്ലുമ്പോഴൊക്കെ നല്ല സന്തോഷമാണ്. അമ്മ ഞങ്ങളെ കാണുമ്പോൾ ഓടി വരും, ദൂരെ നിന്നുകൊണ്ട് ഞാൻ വരുമ്പോഴും ചേച്ചി വരുമ്പോഴും. പോകുമ്പോൾ നല്ല കരച്ചിലുമാണ്. അങ്ങനെ നല്ല സന്തോഷത്തോടെ നമ്മൾ അമ്മയെ ഇങ്ങനെ ദൈവം തിരിച്ചു തന്നല്ലോ എന്നുള്ള സമാധാനത്തിലിരിക്കുമായിരുന്നു. കുറേ നാൾ കഴിഞ്ഞിട്ട് എൻ്റെ ചേച്ചി രണ്ടാമത്തെ പ്രഗ്നൻ്റായി. അവൾ പ്രസവിച്ചു. അപ്പം ചേച്ചിയുടെ കൂടെ അമ്മയ്ക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ചേച്ചിയുടെ കൂടെ ഞാനാണ് ഹോസ്പിറ്റലിൽ നിന്നത് ചേച്ചീനെ നോക്കാനായിട്ട്. എന്നിട്ട് ആ പ്രസവം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോഴും അമ്മയ്ക്ക് കുഞ്ഞിനെ കുളിപ്പിക്കാനൊന്നും പറ്റില്ല. എന്നിരുന്നാലും ഒരു ദിവസം കുളിപ്പിക്കാനൊന്നും ആരും വന്നില്ല. അങ്ങനെ അമ്മ കുളിപ്പിച്ചു. അമ്മയ്ക്ക് ഇരിക്കാനൊന്നും പറ്റില്ലായിരുന്നു. കുളിപ്പിച്ചിട്ട് അമ്മ കിടന്ന് വിഷമിച്ച കാര്യം ചേച്ചി വിളിച്ച് പറഞ്ഞു, അമ്മയ്ക്ക് ടയേർഡായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഒരു മോനാണുള്ളത്. അപ്പോൾ അമ്മ പറഞ്ഞു, ഇനി പെട്ടെന്ന് തന്നെ അടുത്ത് നോക്കണം മോളെ, അവനൊരു കൂട്ട് വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളും പിന്നെ അടുത്തത് തന്നെ വേഗം അടുത്ത് നോക്കി. അങ്ങനെ സന്തോഷമുള്ള നാൾ തിരിച്ചു വന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും രണ്ടാമത് പ്രഗ്നൻ്റായി. ആ സമയം എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് പ്ലാസിൻ്റെ പ്രീവ്യൂ ആയിരുന്നു. അത് ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ദൈവം വീണ്ടും പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ ഒരു 3-ാം മാസമാണ് പ്ലാസിൻ്റെ പ്രീവ്യൂ എന്ന് അറിയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വീട്ടിൽ എനിക്ക് യാത്രയൊന്നും ചെയ്തുകൂടാ, ജോലികളൊന്നും ചെയ്തുകൂടാ എന്നൊക്കെ പറഞ്ഞു ഡോക്ടർ. അപ്പോൾ എനിക്ക് വീട്ടിലൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ ഞാൻ ഫോൺ വിളി മാത്രമായി വീട്ടിൽ കേരളത്തിലേക്ക്. അപ്പോഴത്തേക്കും അമ്മയ്ക്ക് പതിയെ വീണ്ടും അസുഖം വന്നു തുടങ്ങി. അമ്മ ചെക്കപ്പിലിരിക്കുകയാണ്. പക്ഷേ RCC ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ പറയുന്നത് ക്യാൻസറിൻ്റെ അസുഖമല്ല എന്നാണ് പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ അമ്മയ്ക്ക് കാലിൽ നീര് വീക്കൊക്കെ കൂടി അമ്മയ്ക്ക് നടക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് വരെ എത്തി. അപ്പോൾ ട്രെയിനിലാണ് പോയിക്കൊണ്ടിരുന്ന അമ്മ ചികിത്സയൊക്കെ ആയിട്ട് ചെക്കപ്പിനൊക്കെ. പിന്നെ ട്രെയിനിലൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയായി. ആട്ടോ പിടിച്ച് ഹോസ്പിറ്റലിൽ പോയി. പിന്നെ ആട്ടയിലും കയറാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ ആംബുലൻസ് വിളിച്ച് പോകേണ്ട അവസ്ഥ വരെ എത്തി. അപ്പോഴത്തേക്ക് എനിക്ക് ഒരു പ്രസവമൊക്കെ അടുക്കാറായിരുന്നു. ആ ഒരു 3 മാസം തൊട്ട് ഒരു 9 മാസം വരെ പിന്നെ ഞാൻ വീട്ടിലേക്ക് പോയിട്ടേ ഇല്ല. പോകാൻ എനിക്ക് പറ്റാത്ത സാഹചര്യമായിരുന്നു. അങ്ങനെ എനിക്ക് ഫോൺ വഴിയാണ് ഞാൻ കാര്യങ്ങൾ അറിയുന്നത്. പിന്നെ അമ്മയ്ക്ക് സീരിയസ് ആയ കാര്യമൊന്നും അനിയന്മാരാവട്ടെ ചേച്ചി ആവട്ടെ ഒന്നും എന്നോട് വിളിച്ച് പറഞ്ഞിട്ടില്ല. അമ്മയ്ക്ക് കുറവുണ്ടെന്നാണ് പറഞ്ഞത്. കാരണം എനിക്ക് BP കയറ്റണ്ട, എനിക്ക് സീരിയസ് കണ്ടീഷനിലിരിക്കുകയാണ് ഞാൻ. ഡെലിവറി സമയം ആവാറായപ്പോഴത്തേക്ക് ഞാനും വല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. അങ്ങനെ ഞാൻ അറിഞ്ഞിരുന്നില്ല അമ്മയ്ക്ക് ഇത്ര വലിയ സീരിയസ് ആയിരിക്കുമെന്ന്. അങ്ങനെ എൻ്റെ പ്രസവം ആയപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ വീടിനടുത്തുള്ള ഹോസ്പിറ്റലാണ് എൻ്റെ ചികിത്സ നോക്കിയത്. പക്ഷേ എനിക്ക് 8-ാം മാസമൊക്കെ ആയപ്പം ബ്ലീഡിങ് ആയി. പ്ലാസിൻ്റെ പ്രീവിയുടെ ഒരു ഇതുകൊണ്ടാണ് അങ്ങനെ ബ്ലീഡിങ് ആയത്. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ എന്നെ എൻ്റെ ചേട്ടൻ്റെ വീടിനടുത്തുള്ള ഹോസ്പിറ്റലിൽ നിന്നും എടുത്തില്ല. അവിടെ നിന്നും മെഡിക്കൽ കോളേജിൽ, തമിഴ്നാട്ടിലോട്ട് മെഡിക്കൽ കോളേജിലേക്ക് എന്നെ റെഫർ ചെയ്തു. നേരെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി. അത് നാഗർകോവിലാണ്. അവിടെ പോയി എൻ്റെ പ്രസവം കഴിഞ്ഞ് അതും വലിയ സീരിയസ് ആയിരുന്നു. എനിക്കും ഒരുപാട് ബ്ലീഡിങ് ഒക്കെ ആയി.
ബ്ലഡൊക്കെ നിറയെ വേണ്ടി വന്നു. ഒരു 3 കുപ്പി ബ്ലഡൊക്കെ കയറ്റിയതാണ് ശരീരത്ത്. അതുപോലെ തന്നെ എൻ്റെയും യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വന്നു. ആ ഒരു വലിയ കണ്ടീഷനായിരുന്നു ആ ഒരു മോശം സമയം. അപ്പോഴത്തേക്കും അമ്മയുടെ ആ അസുഖം മൂർച്ഛിച്ചു. അമ്മ വല്ലാത്തൊരവസ്ഥയിലായി. അമ്മ കോമ സ്റ്റേജിലോട്ട് ആരെ അറിയാൻ പറ്റാത്ത രീതിയിൽ അമ്മ ആകെ അവശയായി. അതൊന്നും എന്നോട് പറഞ്ഞിരുന്നില്ല. ഞാൻ പ്രസവം കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഒരു 2 ആഴ്ച ആയില്ല, അതിനു മുന്നേ അമ്മ ഞങ്ങളെ വിട്ട് പോയി. അമ്മയുടെ മരണ വാർത്തയും എന്നോട് പറഞ്ഞില്ല. അമ്മയ്ക്ക് പെട്ടെന്ന് കാണണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് എനിക്ക് 15 നാൾ ഹോസ്പിറ്റലിൽ തങ്ങേണ്ടി വന്നു. അതിൻ്റെ ഒരു ഹാങ് ഓവറൊന്നും മാറിയിട്ടില്ല. എനിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാലും ചേട്ടൻ്റെ അച്ഛനൊന്നും സമ്മതിച്ചില്ല എന്നെ വിടാനായിട്ട്, അമ്മയെ കാണാനായിട്ട്. അവർക്കൊക്കെ അറിയാം, അവരാരും എന്നോട് പറഞ്ഞതുമില്ല. പക്ഷേ എനിക്ക് എൻ്റെ അമ്മ കാണണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ട്രെയിനിൽ നമുക്ക് പതുക്കെ പോവാം, കിടന്ന് ഒക്കെ പോവാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ചേട്ടൻ ഒറ്റക്കെട്ടായിട്ട് നിന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു. പക്ഷേ ചേട്ടനൊക്കെ അറിയാതെ നമ്മൾ മരിച്ചിട്ടാണ് കൊണ്ടുപോകണേന്ന്. ലാസ്റ്റ് നമ്മൾ പോയി. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, അമ്മയെ കാണാമല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് കുഞ്ഞിനെ കൊണ്ട് കൈക്കുഞ്ഞുമായിട്ട്. ഒരു മുറിവൊന്നും ഉണങ്ങിയിട്ട് പോലുമില്ല. എനിക്ക് നടക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലാണ് ഞാൻ. വല്ലാത്തൊരു സ്റ്റേജിലാണ് ഞാൻ അന്ന് വീട്ടിലേക്ക് ചെന്നത്. വീട്ടിൽ ചെന്നപ്പോൾ സന്ധ്യയായി. ഞങ്ങൾ ഓട്ടോ പിടിച്ച് ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്ന് വീടിൻ്റെ അടുത്തെത്താറായപ്പോഴത്തേക്കും ഇരുട്ടത്ത് ഞാൻ ഒരു പോസ്റ്റ് കണ്ടു. പോസ്റ്റിൽ എൻ്റെ അമ്മയുടെ പടം, ആദരാഞ്ജലികളെന്ന് വെച്ചിട്ട് എൻ്റെ അമ്മയുടെ പടം ഞാൻ പോസ്റ്റിൽ നിന്ന് കണ്ടു. ഞാൻ പെട്ടെന്ന് പാപത്തി കരയാൻ പറ്റാത്ത അവസ്ഥയിൽ വീടെത്തി. ഇറങ്ങിയതും ചേട്ടനും എൻ്റെ 2 ആങ്ങളമാർ എല്ലാവരും എന്നെ കാത്തു നിൽക്കുവാണ്. അടക്കാനായിട്ട്, ദഹിപ്പിക്കാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കണം. എൻ്റെ വരവും കാത്തിരിക്കുവാണ്. എല്ലാവരും എന്നെ തന്നെ പ്രതീക്ഷിക്കുന്നത്. ഞാൻ വന്ന കാരണം കണ്ടീഷൻ മോശമാണ്. എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞതേ ഉള്ളൂ, മുറിവൊന്നും ഉണങ്ങിയിട്ടില്ല. ഞാൻ അവിടെ നിലവിളിക്കുമോ എന്നൊക്കെ പേടിച്ചിട്ട് എല്ലാവരും തയ്യാറായി ഇരിക്കുവാണ് എന്നെ ഇങ്ങനെ പിടിക്കാനായിട്ട്.